കാരുണ്യവാനായ ദൈവമേ, എല്ലാ ആധ്യാത്മിക നന്മകളുടെയും ദാതാവായ ദൈവമേ, അങ്ങയുടെ വിനീത ദാസരുടെ ആധ്യാത്മിക അഭിലാഷങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ പ്രചോദിതരായി നല്ലതും നേരായതും മാത്രം നിർവഹിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കണമേ. ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഇവരുടെ കുടുംബങ്ങളെയും ലോകമാതാവിന്റെ മാധ്യസ്ഥത്താൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, അങ്ങയുടെ വരദാനങ്ങൾ ഞങ്ങളുടെ മേൽ സമർത്ഥമായി അങ്ങ് ചൊരിയുന്നതല്ലോ. അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായി ഈ തിരുനാൾ ആഘോഷിക്കാൻ ഞങ്ങളെ ഒരുക്കിയതിനും നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അങ്ങ് ഞങ്ങളെ കാരുണ്യപൂർവ്വം കാത്തു സൂക്ഷിച്ചു. ഇനിയുള്ള കാലവും അങ്ങയുടെ സ്നേഹ പരിപാലനയിൽ നിരന്തരം നയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പരിശുദ്ധ ലൂർദ് അമ്മയുടെ മാധ്യസ്ഥം വഴി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിച്ച് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഇപ്പോൾ ലൂർദ് മാതാവിന്റെ കിരീടധാരണമാണ്. ഇന്ന് കിരീടധാരണത്തിനായി മുന്നോട്ട് വന്നിരിക്കുന്നത് ക്രിസ്റ്റി സണ്ണി തോക്കാപ്പള്ളി, ജയലക്ഷ്മി വലിയ വീട്ടിൽ, അഭിനവ് വാഴപ്പള്ളി പെരിങ്ങരിപ്പുറം, ആദിത്യം കുളിക്കൽ എന്നിവരാണ്. ക്രിസ്റ്റി സണ്ണി തോക്കാപ്പള്ളിയുടെ കുടുംബത്തിനും ക്രിസ്റ്റിയുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കാം. ജയലക്ഷ്മി വലിയ വീട്ടിൽ മക്കളുടെ വിവാഹ തടസ്സം മാറുവാനും നല്ല ജീവിത പങ്കാളിയെ മക്കൾക്ക് ലഭിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിനവ് വാഴപ്പള്ളി പെരിങ്ങരപ്പുറം നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളത് ICSE ബോർഡ് എക്സാമിന് ഉന്നത വിജയം കരസ്ഥമാക്കുവാനും
ആദിത്യൻ കുഴിക്കൽ ഹൗസ് ആദിത്യന്റെ നേഴ്സിംഗ് പഠനം വിജയകരമായി പൂർത്തീകരിക്കുവാനും ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ആവശ്യപ്പെടുന്നു. നമുക്കെല്ലാവർക്കും തിരുനാൾ തിരുവയിക്കായി ഒരുങ്ങാം. അനന്തപുരിയുടെയും സ്നേഹത്തിന്റെയും പരിപാലനയുടെയും സഹവാസത്തിന്റെയും അടയാളമാണ് ദിവ്യകാരുണ്യം. മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും ക്ഷേമത്തിനും ഈ ലോകത്തിലെ നല്ല ജീവിതത്തിനും വരും ലോകത്തിലെ നിത്യജീവിതത്തിനും വേണ്ടി ദൈവം കാരുണ്യത്തിന് ഇടയായിരുന്നു. ദൈവത്തിന്റെ അതിരറ്റ സ്നേഹം നാം ദർശിക്കുന്നത് ഈ കാരുണ്യത്തിന് ഇടയാണ്. അനുഗ്രഹത്തിന്റെ നീലവരയായി, സ്നേഹത്തിന്റെ പ്രകാശമായി, കരുണയുടെ പ്രവാഹമായി യേശു തനിത്തിരജനമരണ ഉദ്ധാനത്തിലൂടെ ജീവനും പകർന്നേകുന്ന അഴക സുന്ദര നിമിഷം. ഇതാ നിന്റെ അമ്മ എന്ന ഒരൊറ്റ വചനത്തിലൂടെ ലോകജനതയുടെ അമ്മയായവൾ പരിശുദ്ധ കന്യകാമറിയം. ദൈവഹിതത്തിന് സമ്പൂർണമായി സ്വരക്ഷകയായവളാണ് കന്യകാമറിയം. ആദത്തിന്റെ പുത്രിയാണ് മറിയം. എന്നാൽ ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ദൈവിക പദ്ധതിക്ക് വിധേയയായി അവിടുത്തെ തിരക്ഷപ്രകാരം അവൾ ദൈവമായ കൃഷ്ണയുടെ അമ്മയായിക്കൊണ്ട് ദൈവമാതാവായവൾ ദൈവത്തിന്റെ രക്ഷാകരത്തിലും പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ച പാപത്താൽ കളങ്കപ്പെടാതെ മറിയം കർത്താവിന്റെ ദാസിയായി തന്റെ ദൗത്യപൂർത്തീകരണത്തിന് വേണ്ടി അവൾ ദൈവഹിതത്തിന് സമ്പൂർണമായി പ്രദർശിച്ചു. അമ്മയുടെ കൃപ നിറഞ്ഞ ജീവിതത്താൽ നമുക്കും അമ്മയെ പോലെ എളിമയിലും പരസ്നേഹത്തിലും ജീവിച്ച് മറ്റുള്ളവർക്കായി നന്മ ചെയ്യാം. ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന ഇടചോട്ടി KC വൈദ്യനെ, ഇടവകയിലെ ഓരോ യുവതിയുവാക്കളെയും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിധുവച്ചനെ, സഹവൈദികരെ പരിശുദ്ധാത്മാവിനാൽ വയ്ക്കണമേ. ദൈവസ്നേഹവും ദൈവശക്തിയും ഒഴുകിയിറങ്ങുന്ന ഈ വിശുദ്ധ കുർബാനയിൽ ബലിയാകുവാനും ബലിയേകുവാനും അടങ്ങിയിരിക്കുന്ന നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്ദി അർപ്പിക്കുകയും നമ്മെ തന്നെ ദൈവപിതാവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവ്യബലിക്കായി നമുക്ക് ഒരുങ്ങാം.
സഹോദരന്മാരെ, ഇന്നത്തെ തിരുനാൾ ദിവ്യബലി പരിശുദ്ധ ലോകമാതാവിന്റെ സ്തുതിക്കായി സമർപ്പിക്കുന്നത് രമണി റോസ് കോക്കാപ്പള്ളി വിക്ടോറിയ. രമണി റോസിന്റെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും കുടുംബത്തെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ മാതാവിന്റെ തിരുനാളിന്റെ അനുഗ്രഹങ്ങൾ നേരുകയാണ്. മാതാവിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ഈ വരുന്ന വഴിയിൽ ഒരു യൂട്യൂബിൽ ചെറിയൊരു വീഡിയോ കാണുകയായിരുന്നു. ഒരു സയന്റിസ്റ്റിന്റെ മാറ്റം, ഡോക്ടർ അലക്സ് കാരൻ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ്. നിങ്ങൾ മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാക്ഷ്യം നിങ്ങൾ ഒരുപക്ഷെ വാങ്ങിച്ചിട്ടുള്ളതായിരിക്കും. അദ്ദേഹം ഡോക്ടറായിരുന്നു. അതിനേക്കാൾ ഉപരി 1912 നോബൽ സമ്മാനം നേടിയ ഒരു ഡോക്ടർ സയന്റിസ്റ്റാണ്. ജനിച്ചത് കാത്തലിക് കുടുംബത്തിലാണെങ്കിലും അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. ദൈവം ഇല്ല, ഒപ്പം ഈ ലോകത്ത് നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ വെറുതെ പറയുന്നതാണ്. ഫ്രാൻസിൽ ജനിച്ച ഇദ്ദേഹം ലോകത്തിലെ ഒത്തിരി അത്ഭുതങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ നടക്കുന്ന അത്ഭുതങ്ങളൊന്നും ശരിയായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ പറ്റിക്കുന്നതാണെന്ന് ഇദ്ദേഹത്തിന് പറയുന്നത്. അദ്ദേഹം എല്ലാ ദിവസവും ഈ ഡയറി എഴുതുമായിരുന്നു. ഡയറിക്കകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരിക്കലും ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ലോകത്തിലേക്ക് യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ രോഗികൾ കൂടെയുണ്ട്. ആ കൂട്ടത്തിൽ ട്യൂബർക്ലോസിസ് TB ബാധയായ ഒരു പെൺകുട്ടി, മേരി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമാണ് അവർക്ക് ലോകത്തിൽ പോകണമെന്നുള്ള വലിയൊരു ആഗ്രഹം. കാരണം അതിനുശേഷം മരിക്കണം. കാരണം ഫൈനൽ സ്റ്റേജിലാണ്, TBയുടെ ഫൈനൽ സ്റ്റേജിലാണ്. ആ പെൺകുട്ടി മരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇദ്ദേഹം ഈ പെൺകുട്ടിയെ വാച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സാധാരണ നടക്കുന്ന അത്ഭുതമല്ല, ഓർഗനിലുള്ള മാറ്റം, അല്ലെങ്കിൽ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓർഗൻ ഉണ്ടാകുക, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന മാറ്റം, അതാണ് അത്ഭുതം. അത് കണ്ടാൽ മാത്രമേ നിശ്ചയിക്കുകയുള്ളൂ അദ്ദേഹം പറയുന്നതാണ്. ഈ യാത്രയിൽ ഏറ്റവും അവസാനം ലോകത്തിൽ എത്തിച്ചേരണം. ലോകത്തിൽ അദ്ദേഹം കാണുന്ന ഒരു ദൃശ്യം ഈ പെൺകുട്ടിക്ക് രോഗസൗഖ്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. മേരി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി അത്ഭുതകരമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയും പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹത്താണ് രോഗസൗഖ്യം ലഭിക്കുന്നത്. അന്ന് അദ്ദേഹം യഥാർത്ഥ വിശ്വാസിയായി തീരുകയാണ്. അദ്ദേഹം കാര്യത്തിനകത്ത് എഴുതുകയാണ്, ഇനി മുതൽ കത്തോലിക്ക വിശ്വാസത്തിലെ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുമെന്നും പരിശുദ്ധ കന്യകാമറിയത്തിലുള്ള മാധ്യസ്ഥം ഞാൻ അംഗീകരിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി നടക്കുന്ന എല്ലാവിധ അത്ഭുതങ്ങളും അത് യാഥാർത്ഥ്യമാക്കുന്ന കാര്യമാണ് അദ്ദേഹം ഡയറി എഴുതി വെച്ചു. ഒരു സയന്റിസ്റ്റ്, ഒരു ഡോക്ടറിന്റെ എഴുത്ത് അല്ലെങ്കിൽ വാക്കാണ്. തീർച്ചയായിട്ടും നടക്കുന്ന എല്ലാവിധ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ വഴി നടക്കുന്നതൊക്കെ യാഥാർത്ഥ്യമാക്കുന്ന കാര്യമാണ്. ഈ തിരുനാൾ കഴിയുന്ന സമയത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം, അമ്മ വഴിയായിട്ടൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. തിരുനാളിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുനാളിൻ്റെ ക്രിസ്ത്യാനിമാർക്കും എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ചെയ്തുപോയ കുറവുകളോട് അനുബന്ധിച്ച് നമുക്ക് പറയാം. ഒരു പാപങ്ങളിൽ പറയാം.
സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ും
യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെയാണ്. കർത്താവിന്റെ വചനം. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിന്റെ ജീവിതത്തിലെ കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. ഒരു സൈന്യത്തന്നെ എനിക്കെതിരെ പാളയം വെച്ചാലും എന്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടാക്കിയാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കരുതേ. എന്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അവർ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പ്രകടിപ്പിക്കുന്നവർ അനുഗ്രഹീതർ. ഹല്ലേലൂയ. വിശേഷമുള്ള വായന. അക്കാലത്ത് ഹെറോദോസ് രാജാവ് യേശുവിനെ പറ്റി കേട്ടു. യേശുവിന്റെ പേരിൽ പ്രസിദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. ചിലർ പറഞ്ഞു, സ്നാപകൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയായാണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകനിൽ ഒരുവനെ പോലെ ഇവൻ ഒരു പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറോദോസ് പ്രസ്താവിച്ചു, ഞാൻ ശിരച്ഛേദനം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹെറോദോസ് ആളയച്ച് യോഹന്നാനെ പിടിക്കുകയും പീഡിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെറോദോസിനോട് പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് ശക്തമാണ്. തന്മൂലം ഹൃദയയ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നുകൊണ്ടും ഹെറോദോസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകി പോകുന്നു. അവന്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെറോദോസ് തന്റെ ജന്മദിനത്തിന് രാജസേവകന്മാർക്കും ഗലീലിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെറോദയ്ക്ക് അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹം എന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശബ്ദം ചെയ്ത് പറഞ്ഞു, നീ എന്ത് തന്നെ ചോദിച്ചാലും എന്റെ രാജ്യത്തിന്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപകന്റെ ശിരസ്. അവൾ ഉടനെ അകത്ത് വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപകന്റെ ശിരസ് ഒരു കലകയിൽ വച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തന്റെ ശബ്ദത്തെ പ്രതി അതിഥികളെ വിചാരിച്ച് അവരുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവനെ തല കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് തന്നെ അയച്ചു. അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു. അതൊരു തലകയിൽ വെച്ച് കൊണ്ടുവന്നു.
അവർ അത് അമ്മയ്ക്ക് ഏൽപ്പിച്ചു. ഈ വിവരം അറിഞ്ഞ് യോഹന്നാൻ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അതിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമുക്കൊന്ന് പറഞ്ഞാലും, വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ വാഗ്ദാന പേടകം ആരാണെന്ന് നമുക്കറിയാം. ഈ പേര് എങ്ങനെ വന്നു എന്ന് കൂടിയാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തില് ഇസ്രായേൽ ജനത യാത്ര ചെയ്യുന്ന ജനതയായിരുന്നു. അവർക്ക് ദേവാലയം ഇല്ലായിരുന്നു. ദേവാലയം ഇല്ലാത്ത സമയത്ത് അവര് ആരാധന നടത്തിയത് സാക്ഷ്യപേടകം അല്ലെങ്കിൽ വാഗ്ദാന പേടകത്തിന് മുന്നിലാണ്. ഈ വാഗ്ദാന പേടകം അവരുടെ ആരാധന സ്ഥലമായിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ ആരാധന ഉയർത്തുന്ന സ്ഥലമായിരുന്നു. ഈ വാഗ്ദാന പേടകത്തിൽ 3 കാര്യങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ? ഏതൊക്കെയാണ് വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്ന 3 കാര്യങ്ങൾ? ആർക്കറിയാം? മന്ന ഒരു, രണ്ട് അഹറോണിലെ കറുത്ത വടി, 3 സംഭവമുണ്ട്. 10 കൽപ്പനകൾ അല്ലേ? മോശയ്ക്ക് ലഭിച്ച 10 കൽപ്പനകൾ അല്ലെ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങളും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ക്രിസ്തുവിന്റെ പ്രതീകമാണ്. ഒന്ന്, മന്ന. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത യാത്ര ചെയ്ത സമയത്ത് അവർക്ക് വിശന്ന സമയത്ത് ദൈവം മന്ന പൊഴിച്ചു കൊടുത്തു. ആ മന്നയുടെ പ്രതീകമാണ് നമ്മൾ ഇന്ന് ഈ ബലി അർപ്പിക്കുന്ന, അല്ലെങ്കിൽ വിശ്വബലിയിൽ നമ്മൾ അർപ്പിക്കുമ്പോൾ കർത്താവിന്റെ തിരിച്ചറിയൽ നമ്മൾ വാഴ്ത്താറുണ്ട്. അത് ക്രിസ്തു തന്നെയാണ്. പഴയ നിയമത്തിൽ മന്നയെങ്കിൽ അത് പുതിയ നിയമത്തിൽ എന്താണ്? അത് ക്രിസ്തു തന്നെയാണ്. രണ്ടാമതായിട്ട് നമ്മൾ അഹറോണിന്റെ കറുത്ത വടിയെ കുറിച്ച് പറയുന്നു. പഴയ നിയമത്തില് ഒത്തിരിയേറെ പുരോഹിതന്മാരുണ്ടായിരുന്നു. പുരോഹിതന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അല്ലെങ്കിൽ മഹാപുരോഹിതൻ ആരാണെന്നൊരു ചോദ്യം മോശയുടെ മുന്നിൽ വന്നു. മോശയോട് ചോദിച്ചപ്പോൾ മോശ പറഞ്ഞ ഒരു കാര്യം ചെയ്തു. ഏറ്റവും വലിയ പുരോഹിതനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. എല്ലാ പുരോഹിതന്മാരും മുന്നോട്ട് വരിക. നിങ്ങളുടെ കയ്യിൽ നൽകിയിട്ടുള്ള വടി, ആ വടി കൊണ്ട് ദേവാലയത്തിന്റെ അൽത്താരയിൽ വയ്ക്കുക. ആരുടെ വടിയാണോ തകർക്കുന്നത് ആ വടി തകർത്തവര് പ്രധാന പുരോഹിതന്മാരാണ്, അല്ലെങ്കിൽ മഹാപുരോഹിതനായി തീരട്ടെ. ഏറ്റവും കൂടുതൽ പുരോഹിതന്മാരുണ്ടായിരുന്നെങ്കിൽ അഹറോന്റെ വടി മാത്രമേ ഈ അൽത്താരയിൽ ഇരുന്ന് തകർത്തുള്ളൂ, അല്ലെങ്കിൽ പൂവിട്ടുള്ളൂ. അതുകൊണ്ട് അഹറോൻ പ്രധാന പുരോഹിതനായി അല്ലെങ്കിൽ മഹാപുരോഹിതനായി മാറുകയായിരുന്നു. പഴയ നിയമത്തിൽ അഹറോൻ പുരോഹിതനാണെങ്കിൽ പുതിയ നിയമത്തിലെ ശ്രേഷ്ഠനായിട്ടുള്ള പുരോഹിതനാരാണ്, അല്ലെങ്കിൽ മഹാപുരോഹിതനാരാണ്? ക്രിസ്തു എന്നുള്ള മഹാപുരോഹിതനാണ്. മൂന്നാമതായിട്ട് നമ്മൾ 10 കൽപ്പനകൾ, മോശയ്ക്ക് ദൈവം നൽകിയ 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകളുടെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വാഗ്ദാന പേടകത്തിൽ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും പ്രതിദാനം ചെയ്യുന്നത് ഒറ്റ കാര്യം. എന്താണ്? ക്രിസ്തു അല്ലെങ്കിൽ കർത്താവായ ദൈവം. കർത്താവായ ദൈവം ഇതിനകത്തുണ്ടെങ്കിൽ ഇതിനെ വഹിക്കുന്ന വ്യക്തി എന്തായിരിക്കണം? പരിശുദ്ധ കന്യകാമറിയമായിരിക്കണം. വാഗ്ദാന പേടകം, സാക്ഷ്യ പേടകം എന്തായിരിക്കണം? വാഗ്ദാന പേടകമായിരിക്കണം. വാഗ്ദാന പേടകം പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ്. നമ്മൾ ഈ പുറപ്പാടിന്റെ പുസ്തകത്തില് എപ്രകാരമാണ് ഈ സാക്ഷ്യ കൂടാരം അല്ലെങ്കിൽ വാഗ്ദാന പേടകം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ വായിക്കുന്നത്? കരുവേല മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വാഗ്ദാന പേടകം. അത് മാത്രമല്ല, അത് സ്വർണം കൊണ്ട് പൂശിയ ഒരു പേടകമാണ്. സ്വർണം എന്നുള്ള വിശുദ്ധിയുടെ അടയാളമാണ്. കരുവേല മരം എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ അത് ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു മരമാണ്. പരിശുദ്ധ കന്യകാമറിയം ശുദ്ധിയുള്ളതായിരുന്നു, വിശുദ്ധിയുള്ളതായിരുന്നു. വാഗ്ദാന പേടകം വിശുദ്ധി ഉണ്ടെങ്കിൽ അതേ വിശുദ്ധി തന്നെ എന്റെ പരിശുദ്ധ കന്യകാമറിയത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനി നമുക്ക് പറയാൻ സാധിക്കും, വാഗ്ദാന പേടകം പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ്. ഇതിനേക്കാൾ ഉപരി നമ്മൾ സമയമാകുമ്പോൾ അഹരോനും പുത്രന്മാരും അകത്ത് പ്രവേശിച്ച് തിരശ്ശീല അടിച്ച്
അതുകൊണ്ട് സാക്ഷി പേടകം ഓടണം. അതിനു മീതെ ആട്ടിത്തോല് കൊണ്ടുള്ള ആഭരണവും നീല നിറത്തിലുള്ള മറ്റ് ആഭരണവും ഇടണം. ഒരു നീല നിറത്തിലുള്ള ആഭരണം ഈ സാക്ഷി പേടകത്തിന് കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രതീകവും ഇത് തന്നെയാണ്. ഈ നീല അങ്കിയാണ്. നീല അങ്കി കൊണ്ടാണ് പരിശുദ്ധ പൊതിയപ്പെട്ടിരിക്കുന്നത്. വാഗ്ദാന പേടകവും പൊതിയപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. ഈ വാഗ്ദാന പേടകം ഏറ്റവും അവസാനം കാണപ്പെട്ടത് മൗണ്ട് നെബോയിൽ വെച്ച്, അല്ലെങ്കിൽ മൗണ്ട് നെബോയിൽ വെച്ച് നഷ്ടപ്പെടുകയോടുകൂടി അല്ലെങ്കിൽ കാണാൻ തകയാണ്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഈ വാഗ്ദാന പേടകം നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ ബൈബിളിൽ നോക്കുന്ന സമയത്ത്, അതിൻ്റെ ചരിത്രം നോക്കുന്ന സമയത്ത്, ഇസ്രായേൽ ജെറുസലേം ദേവാലയത്തിലെ ഹോളി ഓഫ് ഹോളീസ് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലത്താണ് ഈ വാഗ്ദാന പേടകം സൂക്ഷിച്ചിരുന്നത്. നമുക്കറിയാം, ജെറുസലേം ദേവാലയത്തിന് പല തട്ടുകളുണ്ട്. അതിൽ അൾത്താരയിൽ 3 തട്ടുകളുണ്ട്. പുരോഹിതന്മാർ നിൽക്കുന്ന സ്ഥലം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലത്താണ് ഈ വാഗ്ദാന പേടകം വെച്ചത്. ഇത് ആര് വെച്ചെന്ന് ചോദിച്ചാൽ, സോളമൻ ദേവാലയം പണിയെടുപ്പിച്ച സമയത്ത് ഈ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്താണ് ഈ വാഗ്ദാന പേടകം, ഹോളി ഓഫ് ഹോളീസ് എന്ന ഭാഗത്താണ് ഈ വാഗ്ദാന പേടകം വെച്ചിരുന്നത്. ദേവാലയത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗം അതായതുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ദേവാലയത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ മഹത്തായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ കുർബാനയിൽ ഇരിക്കുന്ന ഈ സാക്ഷിപേടകം അല്ലെങ്കിൽ പേടകമാണ്. അതുകൊണ്ട് ഈ പേടകം വെച്ചത് പ്രധാനപ്പെട്ട ഈ സ്ഥലത്താണ്. അപ്പം ഈ പ്രധാനപ്പെട്ട സ്ഥലത്ത് വെച്ച സമയത്ത് ബാബിലോൺ, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം സോളമന് ശേഷം 2ആയിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട്. അത് ഇസ്രായേലിനും അതുപോലെ തന്നെ ജൂദ എന്ന് പറഞ്ഞ 2 വിഭാഗമാണ്. നമ്മൾ ബൈബിൾ സമയം മനസ്സിലാവും. 2ആയിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട്. 2ആയിട്ട് വിഭജിക്കപ്പെടുന്ന സമയത്ത് ഈ ഇസ്രായേലിനെ അസ്രിയാക്കാരും അതുപോലെ ജൂദയ ദേശത്തെ ബാബിലോൺകാരും ആക്രമിക്കുന്നുണ്ട് പല സമയങ്ങളായിട്ട്. 700 കാലഘട്ടത്തിൽ, 500 കാലഘട്ടത്തിൽ. 500 കാലഘട്ടത്തിലാണ് ഈ ബാബിലോൺകാർ ജൂദയെ ആക്രമിക്കുന്നത്. ഈ ജൂദ എന്ന ഭാഗത്താണ് ജെറുസലേം എന്ന ദേവാലയം പണിയെടുപ്പിക്കുകയും ഇരിക്കുന്നത്. ആ സമയത്ത് ഈ ജെറമ്യാ പ്രവാചകൻ നേരത്തെ തന്നെ പറയുന്നത് ജെറുസലേം ദേവാലയം ആക്രമിക്കപ്പെട്ടതുകൊണ്ട് തന്നെ അകത്തിരിക്കുന്ന ഈ വാഗ്ദാന പേടകം എന്ന് പറഞ്ഞ കാര്യം നമ്മൾ അവർക്ക് എടുത്ത് മാറ്റണം. കാരണം ദേവാലയത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ള സൈന്യം ആക്രമിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു വിഷയം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അതവിടെ എടുത്ത് മാറ്റണമെന്ന് അതെടുത്ത് മാറ്റുകയും അത് പിന്നീട് മൗണ്ട് നെബോയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതൊക്കെ വായിക്കുന്നത് നമ്മൾ എടുക്കുകയാണ്. 2 മത്തായി 2-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ അവിടെ വെച്ച് നഷ്ടപ്പെടുന്ന ഈ വാഗ്ദാന പേടകം പിന്നീട് പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞത്, പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തില് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം ഏറ്റവും അവസാനം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ജെറമ്യാ പറഞ്ഞ കാര്യം വീണ്ടും നിവർത്തിതമാകുന്നു. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണുകയായി. മിന്നൽമലകളും ദോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. എവിടെ വെച്ച് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് പിന്നീട് കാണപ്പെട്ടു എന്ന് പറഞ്ഞത്, അത് വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും അത് ഇടിമുഴക്കത്തോടെ കാണുകയാണ്. ഈ വാഗ്ദാന പേടകം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. ഇനി ആ വാഗ്ദാന പേടകം എന്താണ് തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ ബൈബിളിൽ വായിക്കുകയാണ്. 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ, സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാളിയാക്കിയ ഒരു സ്ത്രീ, അവരുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങളെ കൊണ്ടുള്ള കിരീടം. നിങ്ങളുടെ നഷ്ടപ്പെട്ട വാഗ്ദാന പേടകം അത് കണ്ടെത്തുന്ന പുതിയ നിയമത്തിൽ അത് പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ്. വചനം അത് അടിവരയിട്ട് രേഖപ്പെടുത്തുകയാണ്. 9 മാസം അവനെ കൊണ്ട് നടന്നെങ്കിൽ ആ മകൻ പറയുന്ന മകനോട് നമ്മൾ ഒരുപക്ഷെ യാചിക്കുകയാണെങ്കിൽ ലഭിക്കും. അതിനേക്കാൾ ഉപരി പരിശുദ്ധാമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്മ മകനോട് പറഞ്ഞാൽ മകനത് നിരസിക്കാതിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തുടക്കം പറഞ്ഞ പോലെ 8 മാസം അത്ഭുതങ്ങൾ നടക്കുന്ന പ്രധാന കാരണം പരിശുദ്ധ കന്യകാമറിയുടെ മാധ്യസ്ഥം ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തുവിനെ നിരസിക്കാതിരിക്കാൻ സാധിക്കില്ല. ഒത്തിരി ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്ത് അവന്റെ അമ്മ തലകറങ്ങി എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഈ അമ്മയെ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു, അമ്മയുടെ തലയിൽ വലിയൊരു ഗ്രോത്തുണ്ട്.
ഇത് ക്യാൻസറിന്റെ ഒരു ഗ്രോത്താണ്. ഈ ഗ്രോത്ത് കാരണം ഒരുപക്ഷെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയേക്കാം. കൃത്യമായിട്ട് ഓപ്പറേഷൻ ചെയ്യണം. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40% മാത്രമേ ചാൻസ് ഉള്ളൂ അമ്മയുടെ ജീവൻ തിരിച്ചിരിക്കാൻ വേണ്ടി. ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തു. ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ ഡീക്കനെ പട്ടം കിട്ടേണ്ട അതേ ഡേറ്റ് തന്നെയാണ് ഈ അമ്മയുടെ ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തത്. അപ്പോൾ അവർ വിചാരിച്ചു ബിഷപ്പിനെ കാണാം, ബിഷപ്പിനെ കണ്ട് അതുകൊണ്ട് ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, പട്ടത്തിന് ഡേറ്റ് മാറ്റി വെക്കാം, അമ്മ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അമ്മയെ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ബിഷപ്പ് ഹൗസിലേക്ക് ഹോസ്പിറ്റലിൽ നൽകി മിംസ് ഹോസ്പിറ്റലിൽ നൽകുന്നവരെ നേരെ ബിഷപ്പ് ഹൗസിലേക്ക് പോകുന്നു. ബിഷപ്പ് ഹൗസിൽ ചെന്നിട്ട് പിതാവിനെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ പിതാവ് പറഞ്ഞനുസരിച്ച് ഈ ഡേറ്റ് മാറ്റി വയ്ക്കുകയാണ്. പട്ടത്തിന്റെ ഡേറ്റ് മാറ്റിവെച്ച് പുറത്ത് കാറിലേക്ക് വരുമ്പോൾ ഈ അമ്മ കാറിലിരിക്കുകയാണ്. അമ്മടുത്ത് പറയുകയാണ്, അമ്മയെ പട്ടത്തിന്റെ ഡേറ്റ് മാറ്റി. അമ്മ പറയുന്ന കാര്യമുണ്ട്, 14 വർഷമായി ഞാൻ എൻ്റെ പട്ടം കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുക. എൻ്റെ പട്ടം കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ കാലം അത്രയും ജീവിച്ചിരുന്നത്. എനിക്ക് നിന്റെ പട്ടം കാണണം. അതുകൊണ്ട് ഒരിക്കലും ഈ പട്ടത്തിന്റെ ഡേറ്റ് മാറ്റണ എന്ന് പറയുകയാണ്. നമുക്ക് ആദ്യം പട്ടം നടത്താം, പിന്നീട് ഓപ്പറേഷൻ നടത്താമെന്ന് പറയുകയാണ്. അമ്മ പറഞ്ഞതനുസരിച്ച് ഇവരെ പട്ടം നടന്ന ആ ഡേറ്റിൽ തന്നെ പട്ടം നടത്താൻ തീരുമാനിച്ചു. പട്ടത്തിന്റെ ഒരുക്കങ്ങൾ നടന്നു. വിശുദ്ധ ബലി ആദ്യമേ പുരോഹിതന്റെ പട്ടാഭിഷേകമാണ്, അല്ലെങ്കിൽ പട്ടമാണ് പിതാവ് കൊടുത്തത്. അതിനുശേഷമാണ് ഫസ്റ്റ് മാസം. അനുസരിച്ച് ആദ്യമേ പട്ടം, അതിനുശേഷമാണ് ഫസ്റ്റ് മാസം. പിതാവ് പട്ടം കൊടുത്ത് പോകുന്ന ഫസ്റ്റ് മാസം വീട്ടിക്ക് മനുഷ്യർ കർത്താവിനെ അർപ്പിക്കുകയാണ്. ഈ കർത്താവിനെ അർപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ കർത്താവിന്റെ മുന്നിൽ അടുത്തിനായിട്ട് ഈ അമ്മ ഇരിക്കുകയാണ്. അമ്മ കണ്ണീരോടെ ഇരിക്കുകയാണ്. അമ്മ ഇരിക്കുന്ന സമയത്ത് ഈ സ്വപ്നയാഗ പ്രാർത്ഥന സമയത്ത് ഈ മനുഷ്യൻ വീക്കൻ മനുഷ്യൻ തന്റെ കർത്താവിനെ നിന്നുകൊണ്ട് ഈ സ്വപ്നയാഗ പ്രാർത്ഥന സമയത്ത് കർത്താവിന്റെ തിരിച്ചറിയവും തിരക്കവും വാർത്തുന്ന ഒരു സമയമുണ്ട്. ഈ വാർത്തുന്ന സമയത്ത് ഈ തിരിച്ചറിയാൻ ഉയർത്തുന്ന സമയത്ത് ഈ അമ്മ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. എന്റെ മകന്റെ കയ്യിലിരിക്കുന്ന ദിവികാരി ഈശോയെ ഈ നിമിഷം അൽത്താര വിട്ട് എന്റെ മുന്നിലേക്ക് കടന്നു വരികയും എന്റെ ഈ തലയിലുള്ള ട്യൂമർ തൊട്ട് സുഖമാക്കണമേ. അൽത്താര വിട്ട് ഈ നിമിഷം ഇറങ്ങിയാണ് എന്റെ തലയിൽ തൊട്ട് ഈ ട്യൂമർ സുഖമാക്കണമേ. അമ്മ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അൽത്താരിരിക്കുന്ന വെടിയർപ്പിക്കുന്ന വൈദികൻ കരഞ്ഞ്, കൂടുതലുള്ള ബന്ധുക്കൾ എല്ലാവരും കരഞ്ഞ് വെടിയർപ്പം കഴിഞ്ഞ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ ഡേറ്റ് ആയ സമയത്ത് ഈ അമ്മയെ കുറിച്ച് ചെല്ലുമ്പോൾ അറിയുന്ന ഒരു കാര്യം, ഈ അമ്മയുടെ തലയിലെ ട്യൂമർ ഇല്ലാതായി എന്നുള്ളതാണ്. ഈ അമ്മയുടെ തലയിലെ ട്യൂമർ ഇല്ലാതായി എന്നുള്ള കാര്യമാണ്. ഈ പയ്യൻ, ഈ അച്ഛൻ അതിനുശേഷം കോട്ടയത്ത് വടമാതൂരിൽ സെമിനാരിയിൽ പോവുകയും അവിടെ വെച്ച് വെടിയർപ്പണത്തിന്റെ സമയത്ത് ഡോക്യുമെന്റ്സ്, ഈ അമ്മയുടെ തല ട്യൂമറിന്റെ ഡോക്യുമെന്റ്സ് കാണിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്, ഞാൻ വെടിയർപ്പിച്ച സമയത്ത് എന്റെ അൽത്താരം വിട്ട് എന്റെ അനുവാദം കൂടാതെ പോലും ദിവ്യകാരുണ്യ നാഥൻ എന്റെ അമ്മയെ തൊട്ട് സുഖമാക്കിയെങ്കിൽ ഈ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വലിയ കരുത്തുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കരുത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം കരുത്തുണ്ടാകും. ഒരമ്മയുടെ നിസ്സാരമായിട്ടുള്ള പ്രാർത്ഥന ദൈവം കേട്ടുവെങ്കിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം വെളിയുണ്ടാകും. കർത്താവിനെ നിഷേധിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. വാഗ്ദാന പേടകമേ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് കർത്താവിനെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ കന്യകാമറിയെ 9 മാസം വഹിക്കുകയും അവരെ നോക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തിൽ ഒരു പ്രാർത്ഥനയും കർത്താവ് യേശു ക്രിസ്തുവിനെ നിരസിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നിരസിക്കാൻ സ്ഥാപിക്കുകയില്ല. യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് അത്ഭുതങ്ങൾ നടക്കുന്നെങ്കിൽ അതിന് കാര്യമായിട്ടുള്ള കാര്യം ഇതാണ്. പരിശുദ്ധ അമ്മയുടെ ഈ നിയോഗ മധ്യസ്ഥം എന്നുള്ളത് കർത്താവ് നിഷേധിക്കാൻ സാധിക്കുകയില്ല. അവസാനമായി ഞാൻ ലോകത്തിൽ നടന്ന ഒരു അത്ഭുതം കൂടെ കടന്നുകൊണ്ട് നിർത്തുകയാണ്. ഞങ്ങളുടെ ഫ്രാൻസിലെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഇതുപോലെ ഒരു പെൺകുട്ടി അവളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. തലയിൽ ട്യൂമറായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രതീക്ഷയില്ല. ആ സമയത്ത് ഈ ഹോസ്പിറ്റലിലേക്ക് നഴ്സ് വന്നിട്ട് പറയുന്നത്, നിങ്ങൾ ലോകത്തിൽ പോയി പ്രാർത്ഥിക്കും, ലോകത്തിൽ പോയി പ്രാർത്ഥിക്കുക. ലോകത്തിൽ ദിവ്യകാരുണ്യ ആരാധന സമയമുണ്ട്. ആ സമയത്ത് അനേകം അത്ഭുതം നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആരാധന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും മകൾക്ക് രോഗസൗഖ്യം ലഭിക്കുമെന്ന് പറയുകയാണ്. മകളെ കൊണ്ട് ലോകത്തിലേക്ക് ഇവർ പോവുകയാണ്. ഇവര് വിശ്വാസി കണ്ണുകൾ കൂടി. പക്ഷേ ഇവർ ഈ കുഞ്ഞൻ അതുപോലെ ഈ അമ്മയും കൂടെ ലോകത്തിൽ പോവുകയും ലോകത്തിൽ ദിവ്യകാരുണ്യ ആരാധന ദിവസം സമയം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ പ്രാർത്ഥിച്ച സമയം 4 ദിവസം ഒരു അനുഗ്രഹം ലഭിക്കുന്നില്ല.
രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ ദിവ്യകാര്യം കൊണ്ട് വൈദികൻ പോകുന്ന സമയത്ത് ഈ കുഞ്ഞ് പറയുന്ന ചെറിയൊരു പ്രാർത്ഥനയുണ്ട്. ഈശോയെ, ഇന്ന് നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കും, എൻ്റെ അമ്മ എന്നെ സുഖപ്പെടുത്തും. ഈശോയെ, നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കും. പ്രിയമുള്ളവരെ, ആ നിമിഷം ആ കുഞ്ഞ് രോഗസൗഖ്യം ഉണ്ടാകുന്നതാണ്. ഒരുപക്ഷെ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് രോഗസൗഖ്യം ഉണ്ടായെങ്കിൽ അത് അമ്മയുടെ മാധ്യസ്ഥം മാത്രമാണ്. അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ ലൂർദിൽ മാത്രമല്ല, ഈ കൊച്ചു ലൂർദ് ദേവാലയത്തിലും നമ്മുടെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, കാരണം അവിടെയും ഇവിടെയും പ്രാർത്ഥിക്കുന്ന മാതാവ് ഒരു മാതാവ് തന്നെയാണ്. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസാനം നമുക്ക് തുടക്കം പറഞ്ഞാൽ കാര്യം പറഞ്ഞു നിർത്താം. വാഗ്ദാനപേടവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വാഗ്ദാനപേടവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ദൈവത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കാം. സർവ്വനേതാവായ ദൈവമേ, തിരുസഭയിലേക്കാം അത് തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപാധ്യക്ഷനെയും മറ്റെല്ലാ അഭിഷിക്തരെയും അനുഗ്രഹിക്കണമേ. ദൈവജനത്തെ പ്രത്യാശ നിറഞ്ഞ തീർത്ഥാടന സമൂഹമായി ക്രിസ്തുവിലേക്ക് നയിക്കാൻ വേണ്ട കൃപാവരങ്ങൾ ഇവരുടെ മേൽ ചെയ്യണമെന്ന് പരിശുദ്ധ മാതാവ് വഴി അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുള്ള എല്ലാ മിഷനറിമാരെയും രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ പുതുതലമുറയ്ക്ക് വചനവെളിച്ചം പകർന്നു നൽകുന്ന മതപര അധ്യാപകരെയും സമർപ്പിക്കുന്നു. ആത്മാർത്ഥതയോടും സ്ഥിരോത്സാഹത്തോടെ തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ വ്യാപൃതരാക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ മാതാവ് വഴി അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തലമുറയെ നയിക്കുന്ന നല്ല ദൈവമേ, ഇന്ന് ദുരിതങ്ങളിൽ നേതൃത്വം നൽകുന്ന യുവജോതി കേസുകളിലെ അങ്ങനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല തിന്മകൾ ഓരോന്നും വിവേചിച്ചറിഞ്ഞുകൊണ്ട് ആധുനികത വെച്ചുനീട്ടുന്ന പ്രലോഭനങ്ങളെ ആത്മവിശുദ്ധിയാൽ അതിജീവിക്കുവാൻ സഹായിക്കണമെന്ന് പരിശുദ്ധ മാതാവ് വഴി അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളുടെ നാഥനായ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങേ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ തളരാതെ അവയെ നേരിടാൻ വേണ്ട കരുതും ശക്തിയും അങ്ങിൽ നിന്നും ആർജിച്ചുകൊണ്ട് സ്നേഹത്തിലും ഐക്യത്തിലും നിലനിന്ന് പ്രക്ഷോഭിക്കുവാൻ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെ മരണത്തിന്റെ അധികാരനായ ദൈവമേ, അങ്ങേ തിരുമുഖദർശനത്തിനായി എത്തിപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കളുടെയും പ്രാർത്ഥിക്കാനായിട്ടുള്ളവരുടെയും മേൽക്കണ്ണാടവുമേ, അങ്ങേ സ്വർഗീയ ഭവനത്തിൽ അവർക്ക് പ്രവേശനം കൽപ്പിച്ചിരണമേ എന്ന് പരിശുദ്ധ മാതാവ് വഴി ഇവിടെ പ്രാർത്ഥിക്കുന്നു. മൗനമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. Come,
ആകയാൽ അങ്ങേ ആത്മാവാൽ മനുഷ്യനെ പോലെ കാണിക്കുകയും പവിത്രമാക്കിയണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുന്ന് തട്ടിക്കൊടുക്കപ്പെട്ട് സമരസായ പീഡകൾ സഹിച്ചതോ അപ്പോഴെടുത്ത് കൃതജ്ഞതയെ ആസ്വദിച്ച് ഓടിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് ആസ്വദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വീണ്ടും വരുന്നവരെ അങ്ങേ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർത്തുകൾ ഏറ്റുപറയുന്നു. അവിടുത്തെ മരണവും ഉയർത്തുമോർത്തുകൊണ്ട് അങ്ങേറ്റോട് നടത്തുന്നതിനും അങ്ങയെ പരിചരിക്കുന്ന അത്തരാന്തത്തിന് ഞങ്ങൾ അങ്ങേ പറഞ്ഞുകൊണ്ട് ജീവനേക്കവും രക്ഷപാലപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയോട്, ഞങ്ങളുടെ രൂപാധ്യക്ഷനായ ശ്രീകൃഷ്ണനോടും വൈദികത്തോടും സഭയെ അങ്ങേ സ്നേഹത്തിന്റെ ഓർമ്മയിലേക്ക് എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ കൊണ്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനാകട്ടെ. ക്രിസ്തു
ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ നീ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാവരോടുകൂടെ വാഴ്ത്തലും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ തരുന്നു. അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തെ കാത്ത് അങ്ങേ തിരുവനന്തപുരമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകാൻ കഴിയണമേ. എന്നാൽ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പ്രാർത്ഥന കേട്ടുകയണമേ. കർത്താവിന്റെ സമാധാനം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു.
നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട നിബോച്ചനാണ് സെന്റ് മേരീസ് ദേവാലയം ചാരുമൂടിലെ വികാരിയായി സേവനം ചെയ്തു വരികയാണ്. പ്രിയ നിബോച്ച, ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ ഈ ഇടവക കുടുംബത്തിലേക്ക് കടന്നു വരികയും ദീപിക അർപ്പിച്ച് വചനപ്രഘോഷണത്തിലൂടെ ഞങ്ങളെ ദൈവാനുഭവത്തിലേക്ക് നയിച്ചതിനും ഞങ്ങളെ അനുഗ്രഹിച്ചതിനും എന്റെയും നിബിനച്ചന്റെയും തിരുനാൾ കമ്മിറ്റിയുടെയും ഇടവക സമൂഹത്തിന്റെയും നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന് സഹ കാർമ്മികനായിരുന്ന ബഹുമാനപ്പെട്ട നിബിനച്ചനെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും പള്ളിയും പരിസരവും വൃത്തിയാക്കിയത് യുവജ്യോതി KCYM-ആണ്. നമ്മുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. നാളെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് അജപാലന സമിതിയാണ്. നേതൃത്വം കൊടുക്കേണ്ടതും പള്ളിയും പരിസരവും വൃത്തിയാക്കേണ്ടത്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നൊവേനയുടെ നിയോഗത്തിനായും പ്രസിദ്ധിമാരായും മാതാവിന് കിരീടം ധാരണം ചെയ്തവരെയും ഇന്നത്തെ തിരുനാൾ ദിവ്യബലി പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കായും മുന്നോട്ട് വന്ന എല്ലാ സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് അച്ഛന്മാരുടെ ഫുഡ് സ്പോൺസർ ചെയ്തത് സോണി സിംസണാണ്. സോണിയെയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു. നാളെ തിരുനാളിന്റെ 8-ാം ദിനമാണ്. എല്ലാവരും 5:30 തന്നെ ദേവാലയത്തിൽ എത്തിച്ചേരണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് എഴുന്നേറ്റ് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായ
മൂന്ന് കട്ടൻ കാപ്പി മധുരം ഇട്ടതുണ്ടോ കട്ടൻ കാപ്പി? ആ ഇതിനകത്തുണ്ട്. ഇതിനകത്തുണ്ടോ? ഇത് എല്ലാത്തിനും